ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ ക്രാഫ്റ്റി സയൻസ്. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഈ ഒരു ഡയറി ഉണ്ടല്ലോ, ജേർണൽ ഡയറി, അതുപോലെ തന്നെ ജേർണലിംഗ്. എന്താണ് ഈ ജേർണലിംഗ് അറിയാൻ പാടാത്ത ഒത്തിരി പേരുണ്ടാവും. എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. പിള്ളേരൊന്നും ചോദിക്കാറില്ല, കുറച്ചുകൂടെ മുതിർന്ന ആൾക്കാർ ചോദിക്കാറുണ്ട്. എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നോടൊരു പാരന്റ് ചോദിച്ചതാണ്, ഇതെന്താണ് ഈ ഡയറിക്കകത്ത് എന്താ ഈ സ്റ്റിക്കർ കൊട്ടിക്കുന്നത്, അവൾ കണ്ടിട്ട് ബഹളാണത് വാങ്ങിക്കണമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അതെങ്ങനെ ജേർണലിംഗ് എന്ന് പറയും, എന്താണ് ഈ സാധനം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ജേർണലിങ്ങിന് പ്രത്യേകിച്ച് നമുക്കൊരു എക്സ്പ്ലനേഷൻ തരാൻ പറ്റില്ല, നമുക്ക് എല്ലാ കാര്യങ്ങളും എഴുതാൻ പറ്റില്ല. പണ്ട് നമ്മൾ കുഞ്ഞിലെ ഡയറി ഒക്കെ എഴുതൂലേന്ന് ചോദിച്ചു. അതുപോലത്തെ ഒരു ഫീലാണ് നമുക്ക് ജേർണലിംഗ് ചെയ്യുമ്പോൾ. അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി ഭയങ്കര ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ചേച്ചിക്ക് വേറൊന്നും ചെയ്യാനില്ല, ആ ഒരു ടൈമിൽ ചേച്ചി ഒരു ഡയറി എടുത്ത് ഇങ്ങനെ ചെയ്തു നോക്കുമെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ ജേർണലിംഗ്. നിങ്ങൾക്ക് തരാൻ പറ്റുമോ ജേർണലിങ്ങിനെ കുറിച്ചൊരു വ്യാഖ്യാനം അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ തരാൻ പറ്റുമോ? ഇപ്പൊ എനിക്ക് ചോദിക്കുവാണെങ്കിൽ ഞാൻ അങ്ങനെ പറയുള്ളൂ, ഇത് എൻ്റെ മാത്രം അഭിപ്രായമായിരിക്കാം, അത് ആയിരിക്കാം, എന്തെങ്കിലും ആവട്ടെ. അപ്പൊ എനിക്ക് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഈ ജേർണൽ ഡയറി ഉപകാരപ്പെടുന്നത്, എനിക്ക് 2-3 ജേർണൽ ഡയറി ഉണ്ട്, നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. ഒന്നിത്, വേറൊന്നിത്, അല്ലാണ്ട് വേറൊരു കുഞ്ഞു ഡയറി കൂടി ഉണ്ട്. അതൊരു വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഡയറിയാണ്. ഇതിനകത്ത് ഞാൻ എൻ്റെ പല കാര്യങ്ങളും എഴുതി വെക്കാറുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് റിവീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ എവിടെയെങ്കിലും പോകുമോ, നമ്മൾ എന്തെങ്കിലും ചെയ്യുമോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ജേർണൽ ചെയ്ത് സൂക്ഷിക്കാം. ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ അത് സ്റ്റിക്കർ ഒട്ടിക്കുകയോ പൂക്കൾ വരയ്ക്കുകയോ സ്കെച്ച് ചെയ്യുകയോ ഒന്നുമല്ല. ജേർണലിംഗ് പല രീതിയിലുണ്ടാവും. ഓരോരുത്തരുടെ ജേർണലിങ്ങും ഓരോ രീതിയിൽ വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ പേപ്പറുകൾ മാത്രമായിരിക്കും ഒട്ടിക്കുക, ചിലത് ഒന്നും എഴുതാണ്ട് കുറേ പിക്ചേഴ്സ് മാത്രമായിരിക്കും ഒട്ടിക്കുക. പലതരത്തിൽ നമുക്ക് നമ്മുടെ ജേർണലിങ് നമ്മളോട് സംസാരിക്കുന്ന പോലെ തോന്നുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഓരോ സ്ട്രെസ് റിലീസാക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ജേർണലിങ്. അപ്പം നിങ്ങൾ ഇതുവരെ ജേർണലിങ് ചെയ്തിട്ടില്ല, ജേർണലിങ് അറിയില്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തു നോക്കുക. ഒരു പ്രാവശ്യം നിങ്ങൾ ചെറിയൊരു ബുക്ക്, ജേർണലിങ്ങിന് പ്രത്യേകിച്ച് ഒരു ബുക്കോ പേനയോ അതൊന്നും വേണമെന്നില്ല, നമുക്ക് എന്തായാലും മതി. ഒരു ഡയറി, ചെറിയൊരു പേപ്പർ എന്തായാലും മതി, നമുക്ക് ജേർണലായിട്ട് ഉപയോഗിക്കാം. ചിലവർ കണ്ടിട്ടില്ലേ ഈ കിറ്റ്കാറ്റിൻ്റെ കവറും ഡയറി മിൽക്കിൻ്റെ കവറൊക്കെ വെച്ച് ചെയ്യുന്നത്, ജങ്ക് ജേർണലിംഗ് എന്ന് പറയും. അങ്ങനെ പല ടൈപ്പ് ജേർണലിംഗ് ഉണ്ട്. ഈ ജേർണൽ ബുക്കിന്റെ കുറച്ച് ലിങ്കൊക്കെ ചോദിക്കുന്നുണ്ട്, ഞാൻ ഇതിന്റെ ലിങ്കും അതുപോലെ തന്നെ എനിക്കൊരു ജേർണൽ കിറ്റ് ഉണ്ട്, ഈ ഒരു കിറ്റിന്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതായത് എൻ്റെ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അല്ലാണ്ട് എനിക്ക് വീഡിയോയിൽ എനിക്ക് ഇങ്ങനെ ലിങ്ക് കാണിക്കാൻ പറ്റില്ല, അതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജേർണലിങ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നിങ്ങൾക്കത് മനസ്സിലാവും എന്താണ് ജേർണലിംഗ്. അപ്പം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചെയ്താൽ മതി. ബാക്കിയുള്ളവർ കാണിക്കുന്നത് പോലെ നമുക്ക് കാണിക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ പോലത്തെ ജേർണൽ നമുക്ക് പറ്റിയില്ല എന്ന് വരും. ജേർണൽ ഡയറി തന്നെ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ബുക്കിൽ, അല്ലെങ്കിൽ ഡയറി എന്തോരം ഫ്രീ ആയിട്ട് ഡയറി ഒക്കെ ഓരോ സ്ഥലത്ത് നിന്ന് കിട്ടുന്നു, അതായാലും മതി. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ബുക്ക് ഉണ്ടെങ്കിൽ പിള്ളേർ അതായാലും മതി. അപ്പം ഒത്തിരി പിള്ളേർ ഈ ജേർണലിങ്ങിൽ ഇങ്ങനെ ജേർണലിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ജേർണലിങ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ട്രെൻഡിലുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഈ ജേർണലിംഗ്. ഇപ്പം ജേർണലിംഗ് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാമെന്ന് ഒരു ക്വസ്റ്റ്യൻ വരും, എങ്ങനെ നമുക്ക് ജേർണലിംഗ് ചെയ്യാം? ജേർണലിങ്ങിനെ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ചിലപ്പം എന്താ പറയുക, എഴുത്തുകൾ മാത്രമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വരയ്ക്കുന്നത് മാത്രമായിട്ട് ഒരു ജേർണൽ ആക്കാം, അല്ലെങ്കിൽ കുറേ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് നമുക്കൊരു ജേർണൽ ഉണ്ടാക്കാം. ഒന്നും വേണ്ട, നമുക്ക് വെറുതെ പെൻസിൽ കൊണ്ട് ഇങ്ങനെ കുത്തി വരച്ച് എന്തെങ്കിലും എഴുതിയാൽ തന്നെ അതൊരു ജേർണലാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റി വ്യത്യാസമുണ്ട്. അപ്പം ഓരോ ഇൻഡിവിജ്വൽസും വ്യത്യസ്തരാണല്ലോ, അതുപോലെ തന്നെ അവരുടെ ക്രിയേറ്റിവിറ്റിയും വ്യത്യസ്തമാണ്. എനിക്ക് കൂടുതലും ഇങ്ങനെയൊക്കെയുള്ള ജേർണലിനോടാണ് താല്പര്യം. എന്നിരുന്നാൽ പോലും മറ്റു തരത്തിലുള്ള ജേർണൽ ഇഷ്ടപ്പെടും, അതെൻ്റെ ഒരു ഫീലിനനുസരിച്ചിരിക്കും. പിന്നെ നമ്മുടെ ഓരോ മൊമെന്റ്സും നമുക്ക് നമ്മുടെ ഇങ്ങനെ ഇത് കണ്ടോ, നമ്മുടെ ഓരോ മൊമെന്റ്സും നമുക്കിങ്ങനെ നമ്മൾ ക്യാമറ ക്യാപ്ചർ ചെയ്യുന്നത് നമുക്കിത് ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഓരോ നമ്മുടെ പ്രഷ്യസ് ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ നമുക്കിങ്ങനെ പ്രിസർവ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ജേർണൽ ഉപയോഗിക്കാം. അപ്പം നിങ്ങളും ഇതുവരെ ജേർണലിംഗ് തുടങ്ങിയിട്ടില്ല, ജേർണലിംഗ് ഇങ്ങനെ ചെയ്തിട്ടില്ല, ജേർണലിംഗ് ചെയ്യാൻ അറിയില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കോ. നമുക്കൊരു ഫസ്റ്റ് ടൈം നമുക്ക് എന്താണെന്ന് മനസ്സിലാവില്ല, പക്ഷേ കുറച്ചെന്നല്ല, ജേർണലിംഗ് ഇത്രയേ ഉള്ളൂ. ജേർണലിംഗ് ചെയ്താൽ നമുക്ക് കുറേ ഫ്രീ ആവും. നമ്മൾ പണ്ട് ഡയറി എഴുതുന്ന ആ ഒരു ഫീലാണ് എനിക്ക് ജേർണലിംഗ് ചെയ്യുമ്പോൾ. ചിലപ്പോൾ സങ്കടം വരുമ്പോഴായിരിക്കും ഞാൻ ഈ ബുക്ക് തുറക്കുന്നത്, ചിലപ്പോൾ സന്തോഷമുള്ളപ്പോഴായിരിക്കും തുറക്കുന്നത്. അപ്പം ചിലവരുടെ ജേർണൽ ഡയറി തുറക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളവരുടേത് നമ്മൾ നോക്കരുത്. ഇനി നമുക്ക് ഏതെല്ലാം രീതിയിൽ ജേർണലിംഗ് ചെയ്യാൻ നോക്കാം.
ഞങ്ങൾക്ക് ജങ്ക് ജേർണലിങ് ചെയ്യാം. അതായത് നമ്മുടെ ഈ പിള്ളേർ ഈ മിഠായിയൊക്കെ തിന്നിട്ട് മിഠായിയുടെ കവറൊക്കെ ഒട്ടിച്ച് ജേർണലിങ് ചെയ്യുന്ന കണ്ടിട്ടില്ല, അതാണ് ജങ്ക് ജേർണലിങ്. അല്ലെങ്കിൽ കുറേ പേപ്പറുകൾ ഭയങ്കര കട്ടിയായിട്ട് ഇങ്ങനെ ജങ്ക് ബുക്കായിട്ടിരിക്കും, അതാണ് ജങ്ക് ജേർണലിങ്. പിന്നെ നമുക്ക് പലതരം ജേർണലിങ് അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞു തരണമെന്നില്ല, പലവരുടെയും നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഈ ജേർണലിങ് ചെയ്യുന്ന സ്റ്റിക്കേഴ്സ് എവിടെ നിന്നാണെന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. ഈ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ഒന്നെങ്കിൽ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കും. ഒട്ടുമിക്കതും ഞാൻ പിൻട്രസ്റ്റിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. കണ്ടോ, പിൻട്രസ്റ്റിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ അവൈലബിൾ ആണ്. നമ്മളത് A4 സൈസിലോ A3 സൈസിലോ നമുക്ക് വേണ്ടുന്ന സൈസിലോട്ടാക്കിയിട്ട് നമുക്ക് പ്രിൻ്റർ ഷോപ്പിൽ കൊണ്ടു കൊടുത്താൽ അവരിങ്ങനെ ഈ സ്റ്റിക്കർ പേപ്പറിൽ പ്രിൻറ്റ് ചെയ്ത് തരും. ഇത് സ്റ്റിക്കർ പേപ്പറാണ്. 30 രൂപ 20 രൂപ ഒക്കെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഇത് സ്റ്റിക്കർ പേപ്പറാണ്. ഇതിനകത്ത് ഒട്ടിച്ചെടുത്താൽ മതി. നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്കിങ്ങനെ പ്രിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് പോട്ടെ, ഇതല്ലാണ്ട് നമുക്ക് ഇപ്പം നമുക്ക് പ്രിൻ്റ് എടുക്കാൻ വയ്യ, വെട്ടിയെടുക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇതുപോലത്തെ ചെറിയ ചെറിയ സ്റ്റിക്കേഴ്സ് കിട്ടും. ഈ ഒരു കിറ്റിനകത്ത് അത്യാവശ്യം വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് കണ്ടോ, ഇങ്ങനത്തെ കുറേ പേപ്പേഴ്സ്, ഇങ്ങനത്തെ പിക്ചേഴ്സ്, അതുപോലെ തന്നെ 2 വാഷി ടേപ്സ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വാങ്ങിക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഇങ്ങനെ വാങ്ങിച്ചാൽ മതി എന്നുള്ളവർക്ക് ഇങ്ങനെ വാങ്ങിക്കാവുന്നതാണ്. അതർവൈസ് നമുക്കിപ്പം നമ്മൾ ബീച്ചിൽ പോയി, നമ്മുടെ ഫ്രണ്ട്സായിട്ട് ബീച്ചിൽ പോയി, ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കൊന്ന് പ്രിസർവ് ചെയ്ത് വെക്കണം, നമുക്ക് ഒന്ന് ഫോട്ടോ ആക്കി ഒട്ടിച്ചൊക്കെ ബുക്കിൽ എഴുതണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ എടുത്തിട്ട് അതൊന്ന് ചെറുതാക്കി, അല്ലെങ്കിൽ പിൻട്രസ്റ്റിൽ തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, അവൈലബിൾ ആയിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടായാലും നമുക്ക് ജേർണലിങ് ചെയ്യാവുന്നതാണ്. അപ്പം വേറെ വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ ജേർണലിങ്ങിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ എനിക്കും ചിലപ്പോൾ അറിയുണ്ടാവില്ല, ഞാനും ഇങ്ങനെ ഓരോ യൂട്യൂബ് ചാനൽ കണ്ടും അല്ലെങ്കിൽ ഓരോന്ന് ചെയ്തൊക്കെയാണ് ഞാനും പഠിക്കുന്നത്. അപ്പം ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ, എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞുതരും. ഇപ്പം ഞാൻ പറഞ്ഞതിൽ വേറെ വല്ല തെറ്റുണ്ടെങ്കിൽ നിങ്ങളും എനിക്ക് പറഞ്ഞു തരണം. എനിക്കൊരു പ്രശ്നവുമില്ല, പറഞ്ഞോളൂ, ഞാൻ അത് സ്വീകരിക്കാം. നല്ലതാണെങ്കിൽ ഞാൻ ഉറപ്പായും സ്വീകരിക്കും. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.